ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹനിധിയായ വിചാരിച്ച പ്രിയപ്പെട്ട മറ്റ് അച്ഛന്മാരെ, മാതാപിതാക്കളെ, സമർപ്പിതരെ, പറയമാക്കൽ കുടുംബാംഗങ്ങളെ, നമ്മളിന്ന് നമ്മളുടെ സഭ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഒരു വൈദിക ശ്രേഷ്ഠൻ്റെ ഓർമ്മ ദിനത്തിലാണ്. 1736 ജനിച്ച് 1799 മാർച്ച് 20 പരലോക പ്രാപ്തനായ പറയമാക്കൽ തോമാ കത്തനാർ നമ്മളുടെ സഭയ്ക്കും നമ്മുടെ രാജ്യത്തിനും സാർവത്രിക സഭയ്ക്കും ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണ്. വലിയ സംഭാവനകൾ നൽകിയ ശ്രേഷ്ഠ പുരോഹിതനാണ്. പറയമാക്കൽ തറവാട് ക്രിസ്തീയ പൈതൃകത്തിൻ്റെ വലിയൊരു കേന്ദ്രമാണ്. കടനാടും രാമപുരവുമായിട്ട് തോമാ കത്തനാരുടെ ഓർമ്മകളും പറയമാക്കൽ തറവാട്ടുകാരുടെ ക്രിസ്തീയ പൈതൃകവുമെല്ലാം ഓർമ്മിക്കപ്പെടുന്നുണ്ട് എന്ന് നമുക്കറിയാം. തോമാ കത്തനാർ പ്രധാനമായിട്ടും ഇന്ന് പണ്ഡിത ലോകത്ത് അറിയപ്പെടുന്നത് അദ്ദേഹം രചിച്ച ട്രാവലോഗ് വർത്തമാന പുസ്തകം വഴിയാണ്. അദ്ദേഹത്തിൻ്റെ വളരെ ക്ലേശകരമായ റോമ യാത്രയുടെ ഫലവും അതിൻ്റെ വിശദാംശങ്ങളുമാണ് നമ്മളതിൽ കാണുന്നത്. കൂട്ടത്തിൽ പണ്ഡിതനായ കരിയാറ്റിൽ യൂസഫ് മൽപ്പാനും, അല്ലെങ്കിൽ യൂസഫ് മൽപ്പാൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പറയമാക്കൽ തോമാ കത്തനാരും. അന്ന് ആ കാലഘട്ടത്തിൽ നസ്രാണികളുടെ ഇടയിലെ വലിയ സങ്കടകരമായ വിഭജനങ്ങൾ നടന്ന കാലഘട്ടമായിരുന്നു. പുത്തൻകൂറ്റുകാരും പഴയ കൂറുകാരും രണ്ടായിട്ട് പിരിഞ്ഞ് നസ്രാണി സഭയുടെ ശരീരത്തിൽ ഒരു വലിയ മുറിവ് പോലെ എല്ലാവർക്കും അനുഭവപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു അത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇവർ രണ്ടുപേരും റോമിലേക്ക് യാത്ര ചെയ്യുന്നത്. ദീർഘമായ കാലഘട്ടമെടുത്തു. രണ്ടുപേരും അത്ര ആരോഗ്യമുള്ളവരല്ലായിരുന്നു. രണ്ടുപേരും നന്നേ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെടുകയും ചെയ്തു. കപ്പലിൽ ആയിരുന്നപ്പോഴും അല്ലാതെ അവർ വിശ്രമ സ്ഥലത്തായിരുന്നപ്പോഴും വളരെയേറെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അവർക്കിരുവർക്കും ഉണ്ടായിരുന്നു. പറയമാക്കൽ തറവാട്ടിൽ തോമാ കത്തനാരും അദ്ദേഹത്തിൻ്റെ സഹോദര പുത്രൻ പാണ്ടി മൽപ്പാൻ എന്നറിയപ്പെടുന്ന വലിയ പണ്ഡിതനും, അതുപോലെ തന്നെ കത്തനാർ മത്തായി പറയമാക്കൽ, ദ ഗ്രേറ്റ് ഗ്രാൻഡ് നെവ്യൂ ഓഫ് തോമസ് പറയമാക്കൽ, അവർ വൈദികരുടെ വലിയൊരു ശൃംഖല തന്നെയായിരുന്നു. ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വലിയൊരു ശക്തിയായിരുന്നു അവർ. സംസ്കൃതവും തമിഴും സുറിയാനിയും ലത്തീനും എല്ലാം
ഇവർ 3 പേർക്കും സമൃദ്ധമായിട്ട് അറിയാമായിരുന്നു. അവർ കടന്നുപോയ വഴികൾ വേണ്ട രീതിയിൽ വായിച്ചെടുക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും നമുക്കിപ്പോഴും സാധിച്ചിട്ടില്ല. അവർ സഭയുടെ നേതൃത്വം ഏറ്റെടുക്കാൻ കഴിഞ്ഞേക്കുമെന്നൊരു പാടിചിന്ത പോലും അവരുടെ മനസ്സിലുണ്ടായിരുന്നുവെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവർക്കുണ്ടായിരുന്ന ആഗ്രഹം നമ്മളുടെ സഭയിലെ വിഭജനം ഒന്ന് ശാന്തമാക്കാൻ പുത്തൻകൂറിലേക്ക് പോയ അന്നത്തെ 6-ാം മാർത്തോമ്മായെ പഴയ കൂറിലേക്ക് അടുപ്പിച്ച് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ള ചിന്തയും നമുക്ക് പരമ്പരാഗതമായിട്ടുണ്ടായിരുന്ന അർക്കദിയാക്കോൻ പദവിയും തിരിച്ചു കിട്ടണം എന്നതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അവരാഗ്രഹിച്ചതിനെല്ലാം അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയി. കരിയാറ്റി യൗസേപ്പ് മെത്രാപ്പൊലീത്ത ആയി ലിസ്ബണിൽ വെച്ച് അദ്ദേഹം കോൺസെക്രേറ്റഡായി. അവർ തിരിച്ചു വരുന്ന വഴി അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹം മരണപ്പെടുന്നു. തോമ കത്തനാരെ കൊടുങ്ങല്ലൂരിൻ്റെ ഗവർണറോടായിട്ട് അദ്ദേഹം പറഞ്ഞ് വയ്ക്കുകയും കുരിശും മാലയും മോതിരവുമെല്ലാം നൽകുകയും ചെയ്യുന്ന ആ ചരിത്ര സംഭവം അതിപ്പോഴും അതിൻ്റെ സാക്ഷ്യം വഹിക്കുന്നത് രാമപുരം പള്ളിമേടയാണ്. അദ്ദേഹം നമ്മളുടെ സഭയുടെ ഗവർണറായിട്ട് 13 വർഷങ്ങൾ ശുശ്രൂഷ ചെയ്തു. അങ്കമാലിയിൽ, പിന്നീട് വടയാറ്, അതേ തുടർന്ന് ഇവിടെയും വളരെ സംഭവബഹുലമായ കാര്യങ്ങൾ നടന്ന ഒരു കാലഘട്ടവും കൂടിയായിരുന്നു അത്. അങ്ങനെ അദ്ദേഹം നടത്തിയ യാത്രയും സ്വതസിദ്ധമായിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്ന കഴിവുകളുമെല്ലാം സഭയുടെ പൊതു നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് കുറേയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, യൂറോപ്പ് എന്നീ ഭൂഖണ്ഡങ്ങളെക്കുറിച്ചും ഇന്ത്യൻ മഹാസമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, മെഡിറ്ററേനിയൻ കടൽ എന്നീ 3 മഹാസമുദ്രങ്ങളെക്കുറിച്ചും ധാരാളം അറിവ് നമുക്ക് വർത്തമാന പുസ്തകത്തിൽ നിന്ന് കിട്ടും. തീർച്ചയായിട്ടും അതിനകത്ത് കരിയാറ്റിൽ യൗസേപ്പ് മെത്രാപ്പൊലീത്തായുടെ ചിന്തകളും പ്രോത്സാഹനങ്ങളും ഉണ്ട്. അവരൊന്നിച്ച് എത്രയോ വർഷങ്ങൾ കപ്പലിലും കരയിലുമായിട്ട് യാത്ര ചെയ്തതാണ്. അവർ വർത്തമാനം പറയാത്ത ദിവസങ്ങളൊന്നും കാണുകയില്ല. അവർ പങ്കുവെക്കാത്ത സഭാ, ദേശീയ, സമുദായ ചിന്തകളും ഒന്നും കാണുകയില്ല. അങ്ങനെ നമ്മളുടെ സഭ കണ്ട ഏറ്റവും ശ്രേഷ്ഠരായ 2 വലിയ പിതാക്കന്മാരുടെ ഓർമ്മകളുടെ കൂമ്പാരമാണ് വർത്തമാന പുസ്തകം. യുഗ പ്രഭാവവാനായ പറയമാക്കൽ എന്ന് സാഹിത്യകാരന്മാരും സാംസ്കാരിക നേതാക്കന്മാരുമെല്ലാം അദ്ദേഹത്തെ വിളിക്കുന്നുണ്ടല്ലോ. മീനച്ചിൽ താലൂക്കിൻ്റെ ഒരു വീരപുത്രൻ തന്നെയാണ് അദ്ദേഹം. സുറിയാനിക്കാരുടെ ഏറ്റവും വലിയ അഭിമാനമാണ്. സ്വന്തം വീട്ടിൽ നിന്നും സ്വന്തം സഭയിൽ നിന്നും കിട്ടിയ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്താതെ ജീവിച്ചതിൻ്റെ ഒരു ചരിത്രമാണ് പറയമാക്കൽ തോമ കത്തനാർക്കുള്ളത്. മൂർച്ചയുള്ള ഭാഷയും തീർച്ചയുള്ള ചിന്തകളും നിലപാടുകളും എന്നും അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഏറ്റവും വലിയ വിസ്മയം തോന്നുന്നത്
സഭയിലെ ഏറ്റവും വലിയ സംഘർഷങ്ങളുടെ കാലമായിരുന്നിട്ടും സ്വന്തം ജീവിതത്തിൽ സ്വത്വ പ്രതിസന്ധി അല്പം പോലും അനുഭവിക്കാത്ത ഒരു വ്യക്തിയെപ്പോലെ പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പല ഗ്രൂപ്പുകളും ചിന്തകളും ചർച്ചകളും എല്ലാം വരുമ്പോൾ എവിടെ നിൽക്കണമെന്ന് അദ്ദേഹത്തിന് നല്ലതുപോലെ അറിയാമായിരുന്നു. സഭയുടെ സ്വത്വം വ്യക്തിജീവിതത്തിൽ കണ്ടെത്തുകയും അത് നഷ്ടപ്പെടുത്താതെ സഭയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. വർത്തമാന പുസ്തകം തീർച്ചയായിട്ടും നിങ്ങളിൽ പലരും വായിച്ചിട്ടുണ്ട്. ഈ നാളുകളിൽ കൂടുതലായ പ്രസക്തി അതിന് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. സമുജ്വലമായ ഭാഷയാണ് അതിൻ്റേത്. പ്രൗഢഗംഭീരമായ ചിന്തകളാണ്. അതിലെ വർണ്ണനകൾ അത്യന്തം രസകരമാണ്. ധൈഷണികമായ വലിയ മികവ് അതിൻ്റെ ഓരോ വാക്കിലും നമുക്ക് കാണാം. കൂർമ്മബുദ്ധിയുള്ള ഷാർപ്പായ ജീനിയസ് ആയിരുന്നു അദ്ദേഹം. പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു തോമാ കത്തനാര്. ബൈബിള് നന്നായിട്ട് അറിയാമായിരുന്നു. വർത്തമാന പുസ്തകത്തിൽ നിറഞ്ഞ് തിരുവചനങ്ങൾ നിൽക്കുന്നത് നമുക്കറിയാം. സഭയുടെ ആധ്യാത്മിക കാര്യങ്ങളിലുള്ള വൈദേശിക പ്രവണത അദ്ദേഹം ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. സ്വന്തം സഭയുടെ ആരാധനക്രമവും ചരിത്രവും സുറിയാനി ഭാഷയും അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന കാര്യങ്ങൾ പോലെയായിരുന്നു. അദ്ദേഹം എഴുതിയ ദീർഘമായ വർത്തമാന പുസ്തകത്തിലെ ഒരു വാക്യം മാർത്തോമാ ശ്ലീഹ നമ്മുടെ നാട്ടിൽ സുവിശേഷം അറിയിച്ച കാലം മുതൽ ഇന്നുവരെ മുടക്കം കൂടാതെ സുറിയാനിയിലാണ് ഞങ്ങളുടെ പള്ളികളിൽ ആരാധനാക്രമം നടത്തി വരുന്നത്. ഇത് കണ്ട് ഈർഷ്യാകുലരായ നിന്റെ കാരണവന്മാർ ഞങ്ങളുടെ പള്ളികളിൽ പുരാതന ക്രമം മാറ്റുവാൻ ആവുന്നതെല്ലാം ചെയ്തു നോക്കി. ഫലിക്കില്ലെന്ന് കണ്ടപ്പോൾ മടുത്ത് പിന്മാറി. സുറിയാനി ഭാഷയോടും നമ്മളുടെ ദൈവാരാധനക്രമത്തോടും ഉള്ള നമ്മുടെ സഭയുടെ ആ ഒരു പ്രതിബദ്ധതയെക്കുറിച്ചാണ് അദ്ദേഹം അവിടെ പറഞ്ഞു വെക്കുന്നത്. പറയമാക്കൽ തോമാ കത്തനാരുടെ വർത്തമാന പുസ്തകവും കരിയാറ്റി യോസേഫ് മെത്രാപ്പോലീത്തായുടെ വേദതർക്കവും രണ്ടും കത്തി ജ്വലിച്ച് നിൽക്കുന്ന രണ്ട് ഗ്രന്ഥങ്ങളാണ്. ഒന്ന് വേദതർക്കമാണെങ്കിൽ മറ്റത് ഈ സഭയുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള ചിന്തകളാണ്. രണ്ടും നമുക്ക് ആവശ്യമാണ്. വേദതർക്കത്തിലൂടെ ക്രിസ്തീയതയുടെ പ്രാധാന്യം കരിയാറ്റി യോസേഫ് മെത്രാപ്പോലീത്ത എടുത്തു കാണിക്കുന്നു. എന്താണ് ക്രിസ്തീയതയ്ക്ക് അനന്യമായിട്ടുള്ളത് എന്ന്. അതിൻ്റെ അനന്യത ചരിത്രത്തിലും
ദൈവാരാധനക്രമത്തിലുമാണെന്ന് തൊമ്മക്കത്തനാര് സംശയലേശമന്യേ സ്ഥാപിക്കുകയാണ്. നമ്മൾ ഈ നാടുകളിലെല്ലാം ഈ ചരിത്രം പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അന്ന് അവർ റോമിന് പോയത് പഴയ കൂറുകാരെയും പുത്തൻ കൂറുകാരെയും ഒന്നിപ്പിക്കാം എന്നുള്ള ആ ഒരു ബോധ്യത്തിലും ആറാം മാർത്തോമ്മ പഴയ കൂറിലേക്ക് തിരിച്ചു വരും എന്നുള്ള ആ ഒരു അടിസ്ഥാനപരമായ ചിന്തയിലുമാണ്. പക്ഷേ അത് സാമാന്യതലത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും അതിൻ്റെ പൂർണ്ണമായ കാര്യത്തിലേക്ക് എത്താനായിട്ട് സാധിച്ചില്ല എന്ന് നമുക്കറിയാം. വർത്തമാന പുസ്തകത്തിന് ഇന്നും ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനമുണ്ട്. അത് വലിയൊരു വിപ്ലവത്തിൻ്റെ ഭാഷയും ചിന്തയുമാണ്. ദേശീയതയുടെ ആർക്കും പറയാൻ പറ്റാത്ത ചിന്തകളാണ് അതിലുള്ളത്. ഇന്ത്യ ഭരിക്കേണ്ടത് ഇന്ത്യക്കാരാണെന്നും നസ്രാണി സഭയുടെ പുരോഹിതന്മാർ കത്തനാരന്മാർ ഇവിടുത്തെ സഭയുടെ മക്കളായിരിക്കണമെന്നും വളരെ ശക്തമായിട്ട് അതിൽ പറഞ്ഞു വച്ചിരിക്കുകയാണ്. പാതിരിമാരും കത്തനാരന്മാരും തമ്മിലുള്ള ഒരു സംഘർഷമാണ് അവിടെ പലപ്പോഴും നമ്മൾ കാണുന്നത്. വിദേശ മിഷണറിമാർ പാതിരിമാരെന്ന് നമ്മൾ ആദരപൂർവ്വം വിളിച്ചിരുന്നതാണ്. കത്തനാരന്മാർ നമ്മുടെ വിയാരിച്ചന്മാരായിരുന്നു. സുറിയാനിയും ബൈബിളും ഒക്കെ നല്ലവണ്ണം അറിയാവുന്ന അച്ഛന്മാരെയാണ് കത്തനാരന്മാർ എന്ന് നമ്മൾ വിളിച്ചിരുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ഒക്കെ അന്നത്തെ സഭാജീവിതത്തെ ഗൗരവതരമായിട്ട് ബാധിച്ചിരുന്നു. വൈദേശികത്വവും ദേശീയതയും തമ്മിലുള്ള ഒരു എൻകൗണ്ടറാണ് അവിടെ നമ്മൾ കാണുന്നത്. ധാരാളം വിദേശ മിഷണറിമാർ, ആ കൂട്ടത്തിൽ കച്ചവടത്തിനായിട്ട് വന്നിട്ടുള്ള വിദേശ അൽമായരും നമുക്ക് അർക്കതിയാക്കന്മാർ വഴി സ്വയം പര്യാപ്തതയും സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്ന സഭയായിരുന്നു. അതിൻ്റെ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ കണ്ടെത്തണം, കണ്ടുപിടിക്കണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടാണ് ഈ ഗ്രന്ഥത്തിലുടനീളം. ഒരു ജനതയുടെ കുറുകിയ നിലവിളിയാണ് ഇത് എന്ന് പറയുന്നതിൽ തെറ്റില്ല. നസ്രാണികളുടെ ഒരു പൊട്ടിക്കരച്ചിലാണ് ആ പുസ്തകം. നസ്രാണിത്വം എന്താണെന്ന് ഉള്ളതിനെക്കുറിച്ചുള്ള വേദനയോടുകൂടിയ ഓർമ്മപ്പെടുത്തലാണ് ആ ഗ്രന്ഥം. വിഭജിക്കപ്പെട്ട് നിൽക്കുമ്പോൾ ബലഹീനമായിക്കൊണ്ടിരിക്കുന്ന സഭയെക്കുറിച്ചുള്ളൊരു രോദനമാണത്. ഒരു ശ്ലൈഹിക സഭയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം നൂറ്റാണ്ടുകൾ കാത്തുസൂക്ഷിച്ച ഒരു സഭ വിഭജിക്കപ്പെട്ട് പോകുന്നതിലുള്ള പ്രയാസമാണത്. പിന്നീട് നമുക്കറിയാം, പുത്തൻകൂറിലേക്ക് പോയ നമ്മുടെ സഹോദരങ്ങൾ തുടർച്ചയായിട്ട് പിന്നീട് 7 സഭകളായിട്ട് മാറി. ഇന്ന് നമ്മൾ നസ്രാണി സഭകളുടെ സംഘം എന്ന് പറയുമ്പോൾ ഈ സഭകളുടെ എല്ലാം അടിസ്ഥാനപരമായ ശ്ലൈഹിക ഉറവിടവും സുറിയാനി ഭാഷയും ദൈവാരാധനക്രമവും ചരിത്രവും എല്ലാം കണ്ടെത്താനുള്ള പരിശ്രമമാണ്.
അങ്ങനെയുള്ള സംഗമങ്ങൾ പലപ്പോഴും നമ്മൾ നടത്തിയിട്ടുണ്ട്. കുറവലങ്ങാട് വെച്ച് നമ്മൾ നടത്തി. ഇവിടെയും അനേക സംഗമങ്ങൾ നടത്തിയിട്ടുണ്ട്. സമുദായ ബോധത്തിൽ കൂടുതൽ ആഴപ്പെടാനും സഭാ ഐക്യത്തിലേക്ക് എത്താനും നിരന്തരമായിട്ട് ഈ പുസ്തകത്തിലെ ചിന്തകൾ നമുക്ക് ആവശ്യമാണ്. പലപ്പോഴും വർത്തമാന പുസ്തകവും വേദതർക്കവും അനേകരുടെ കണ്ണിലെ കരടായിട്ട് നിൽപ്പുണ്ട്. ഇപ്പോഴും അങ്ങനെയാണ്. കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധ സഭയുടെ ചിന്തകളും നമ്മളുടെ ശ്ലൈഹിക സഭയുടെ ചരിത്രവും അതിൻ്റെ പ്രാധാന്യവുമാണ്. അത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കാതെ നിൽക്കുന്ന ഒരു പറ്റം സഭകളുടെ കൂട്ടമായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നേരിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇപ്പോഴും നമുക്കുണ്ടെന്നറിയാം. ഇനി നമ്മൾ വളർന്ന് മുമ്പോട്ട് പോകാനായിട്ട് ഈ പിതാക്കന്മാരുടെ കാഴ്ചപ്പാടുകളിലുള്ള ആഴപ്പെടലും അവരുടെ ചിന്തകൾ പോപ്പുലറാക്കാനുള്ള പരിശ്രമങ്ങളുമാണ് ആവശ്യമായിട്ടുള്ളത്. കൂനൻ കുരിശോടുകൂടി നമുക്ക് കൈമോശം വന്ന ഒരു ഹാർമണി, ഐക്യം പിന്നീട് ഒരിക്കലും അത് വേണ്ട രീതിയിൽ ചേർത്ത് നിർത്താനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. പാറയമാക്കൽ തോമക്കത്തനാരും കരിയാറ്റിൽ യൗസേപ്പ് മെത്രാപ്പൊലീത്തായും നിധീരിക്കൽ മാണിക്കത്തനാരും 3 അതിപ്രഗത്ഭരായ നസ്രാണി മക്കളാണ്. ഈ ശ്ലൈഹിക സഭയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്താണെന്ന് നന്നായിട്ട് അറിയാമായിരുന്ന 3 വ്യക്തികളാണ്. ഈ സഭ ഇനിയും എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത് എന്നതിൻ്റെ ഏറ്റവും കാതലായ ചിന്തകളും ഈ പുസ്തകങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. സഭയുടെ പിതാക്കന്മാരും വേദപാരംഗതന്മാരും വിശുദ്ധന്മാരുമായിട്ട് പാറയമാക്കൽ തോമക്കത്തനാരും കരിയാറ്റി മെത്രാപ്പൊലീത്തായും നിധീരിക്കൽ മാണിച്ചനുമൊക്കെ അംഗീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ മാത്രമേ ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇന്നും ഇവരെക്കുറിച്ച് പറയാനും ഇവർ വിശുദ്ധരാണെന്ന് പറയാനും ഇവരെ വിശുദ്ധരാക്കേണ്ടവരാണെന്ന് പറയാനും പലർക്കും മടിയാണ്. വാസ്തവത്തിൽ ഈ ശ്ലൈഹിക സഭയ്ക്ക് വേണ്ടി ഇതുപോലെ സഹിച്ചവരും പഠിച്ചവരും അധ്വാനിച്ചവരും മറ്റാരുമില്ല. അവർക്ക് സ്വർഗത്തിൽ ഈ മഹത്വവും വിശുദ്ധിയും എല്ലാം കിട്ടിയിട്ടുണ്ട്, ഉറപ്പാണ്. ജോൺ ബോൾ ഒന്നാമൻ മാർപ്പാപ്പ ഒരിക്കലെഴുതി, സ്വർഗത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ കാണുന്ന ഏറ്റവും വലിയ അത്ഭുതം ഭൂമിയിലെ സഭ പേര് വിളിക്കാത്ത ഒരുപാട് വിശുദ്ധന്മാർ അവിടെ ഉണ്ടാകുമെന്നാണ്. എത്ര ദീർഘവീക്ഷണത്തോടുകൂടി പറഞ്ഞൊരു കാര്യമാണ്. ഭൂമിയിലെ സഭ പേര് വിളിക്കാൻ ധൈര്യപ്പെടാത്ത അല്ലെങ്കിൽ പേര് വിളിക്കണമെന്ന് തോന്നാത്ത അനേകർ സ്വർഗത്തിൽ വിശുദ്ധരായിട്ട് ഉണ്ടാകും എന്ന്. അപ്പോൾ നമുക്ക് വലിയൊരു
ഉത്തരവാദിത്വമാണ് പറയമാക്കൽ തോമ കത്തനാരും വർത്തമാന പുസ്തകവും അദ്ദേഹം മറ്റനേകം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. തോമസ് അക്കംബീഷിൻ്റെ ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന കീർത്തികേട്ട ഗ്രന്ഥത്തിൻ്റെ പരിഭാഷ ഉൾപ്പെടെ അവരെക്കുറിച്ചെല്ലാം കൂടുതൽ പഠിക്കാനും ആ പഠനത്തിലൂടെ നമുക്കൊരു സമഗ്ര സ്വഭാവമുള്ള ദൈവശാസ്ത്രവും ചരിത്രബോധവും സുറിയാനി ഭാഷാ സ്നേഹവും ദേശീയതയും ഈ രാജ്യത്തിൻ്റെ ആധ്യാത്മിക മൂല്യങ്ങളോടുള്ള അടുപ്പവും ഒക്കെ ഉണ്ടാകേണ്ടതുണ്ട്. അത് നമ്മൾ കൈവിട്ട് കളഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത വലിയ നഷ്ടമായിട്ട് നിൽക്കും. ഇന്നും നമ്മളുടെ സഭയിൽ അനൈക്യത്തിൻ്റെ വിത്തുകൾ നുഴഞ്ഞ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. മൗലികതയുള്ള പഠനവും നിലപാടുകളും ക്രിയേറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടുകളും നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ സഭയെ ഐക്യത്തിലും അതിൻ്റെ പോയറ്റിക്കലായിട്ടുള്ള ഈ സുറിയാനി സഭ പോയറ്റിക്കലായിരുന്നു എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചത് ഇവിടുത്തെ ഐക്യവും സുറിയാനി ഭാഷയുടെ ആ ഒരു സൗന്ദര്യവും കൊണ്ടാണ്. അതിലേക്കെല്ലാം നമുക്ക് കൂടുതൽ പഠനങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ടാകാൻ ഇടവരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ സഭയിൽ അനൈക്യം നുഴഞ്ഞ് കയറുമ്പോൾ അവിടെയെല്ലാം വളരെ അന്ധമായ രീതിയിൽ ചരിത്രത്തെയും ചരിത്ര വ്യക്തികളെയും കാണുന്ന ധാരാളം ആളുകളുണ്ട്. കണ്ണ് തുറന്ന് നോക്കാതെ കണ്ണടച്ച് അതിനെയെല്ലാം വിട്ടുകളഞ്ഞ് സ്വസ്ഥമായിട്ട് ഇരിക്കാനുള്ള തത്രപ്പാട്. നസ്രാണികളിൽ നിറഞ്ഞ് നിൽക്കുന്ന ഒരു സ്വര യൗവനം, യൂത്ത്ഫുൾനെസ് ഇനിയും നമ്മൾ കേൾപ്പിക്കേണ്ടതുണ്ട്, കണ്ടെത്തേണ്ടതുണ്ട്. അതിനുള്ള ശക്തി നമ്മുടെ സഭയിലെ ഈ വലിയ പിതാക്കന്മാർക്കും അവരുടെ ഗ്രന്ഥങ്ങൾക്കും എല്ലാം ഉണ്ട്. വർത്തമാന പുസ്തകം വായിക്കുമ്പോൾ കിട്ടുന്ന ഊർജം മറ്റൊരു പുസ്തകത്തിൽ നിന്നും കിട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയാണ് നമ്മൾ ഊർജ്ജസ്വലരാകേണ്ടത്. നമുക്ക് നഷ്ടപ്പെട്ട യുവത്വം കണ്ടെത്തേണ്ടത്. ഭാഷയും ചരിത്രവും ദൈവാരാധനയും നമുക്ക് ഗൗരവ സ്വഭാവമുള്ള വിഷയങ്ങളായിട്ട് എടുക്കണം. അപ്പോഴാണ് ഈ അതുല്യമായ നസ്രാണി സഭയുടെ മഹത്വം എന്താണെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഈ സഭയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട പറയമാക്കൽ തോമ കത്തനാരുടെ സ്വർഗപ്രവേശനത്തിൻ്റെ ഓർമ്മ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ അത് നമുക്ക് പുതിയ ഉന്മേഷത്തിനും ഉണർവിനും സമഗ്രമായ ഒരു സഭാ വിജ്ഞാനീയം, ഇൻ്റഗ്രൽ ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ദൈവശാസ്ത്രം രൂപപ്പെടുത്തുവാനുള്ള അടിത്തറയായിട്ട് നിൽക്കണം. അതോടൊപ്പം അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്ന ദേശീയ മൂല്യങ്ങൾ, ഈ രാജ്യത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരുന്നത്. ഈ രാജ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ദേശീയതയിൽ അദ്ദേഹം കണ്ടത് ഇന്ത്യക്കകത്തുള്ള എല്ലാ മനുഷ്യരും തമ്മിലുള്ള ബന്ധമാണ്. അങ്ങനെയുള്ള തുറന്ന നോട്ടങ്ങളും നമ്മുടെ ഇടയിൽ ഉണ്ടാകേണ്ടതുണ്ട്. പറയമാക്കലിൻ്റെ ഭൗതികാവശിഷ്ടം നമ്മളുടെ ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും പ്രസക്തമായ ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ വർഷം പ്രതിഷ്ഠിച്ചു. ഈ ദേവാലയത്തിൽ വരുന്നവർ ആരും
ഈ പുണ്യകുടീരം കാണാതെ നോക്കാതെ പോവുകയില്ല. നിരന്തരമായിട്ട് ഈ ഖബർ, ഈ പുണ്യകുടീരം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ സഭയെക്കുറിച്ച്, നമ്മുടെ സഭയിൽ ഉണ്ടാകേണ്ട ഐക്യത്തെക്കുറിച്ച്, ഈ സഭയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, സാർവത്രിക സഭയിൽ ഈ സഭയ്ക്കുള്ള സ്ഥാനത്തെക്കുറിച്ച് എല്ലാം. അങ്ങനെയുള്ളൊരു സ്വരം കേൾക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ മാലാഖ സംസാരിച്ച സ്വരം മുഴുവനും കേട്ടവനായിരുന്നല്ലോ മാർ യോസേപ്പ്. അദ്ദേഹത്തിന് മറ്റൊന്നും സംസാരിക്കാനില്ലായിരുന്നു. ദൈവം പറഞ്ഞു കൊടുത്തതെല്ലാം മാലാഖമാർ വഴിയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ സ്വരം ജീവിതത്തിൽ ആദ്യന്തം കേട്ടവനാണ് മാർ യോസേപ്പ്. ഇവിടെ നമ്മൾ ആയിരിക്കുമ്പോൾ പറയമാക്കലിൻ്റെ ഈ പുണ്യ ഖബർ നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ കേൾക്കാതെ പോകരുത്. അതിനുവേണ്ടിയാണ് ഈ പൂജ്യ വിശിഷ്ടം ഞാറക്കുന്നേലച്ചന് മുൻ വികാരി എന്നോട് സംസാരിച്ചപ്പോൾ ഇവിടം തന്നെ ആകട്ടെ എന്ന് ഞാൻ നിർദ്ദേശിച്ചതും. ഈ പള്ളിയുടെ ഈ ഭാഗമാണ് നമുക്ക് ആർക്കും പ്രവേശിക്കാവുന്നതും എപ്പോഴും കാണാവുന്നതുമായ ഏരിയ, സ്ഥലം. അവിടെയാണ് ഈ വലിയ മഹാത്മാവിൻ്റെ ഭൗതികാവശിഷ്ടം വിശ്രമിക്കേണ്ടതും. അങ്ങനെ ഇവിടെ വരുന്നവർക്കെല്ലാം നല്ലൊരു ആധ്യാത്മിക ഉണർവ് ഉണ്ടാകാനിടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ മണിക്കൂറിന് വേണ്ടി വേണ്ട ക്രമീകരണം ചെയ്ത ബഹുമാനപ്പെട്ട ഫ്രാൻസിസിനെ, വികാരിച്ചിനെ ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. പറയമാക്കൽ തറവാട്ടിൽപ്പെട്ട സഭാസ്നേഹികളായ അനേകരുണ്ട്. അവരിലും ചിലർ എൻ്റെ അടുത്ത് വന്ന് ഈ സമയത്ത് ഇവിടെ ഒന്ന് വരണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ മറ്റ് അനേകം അവസരങ്ങളിലും തോമാ കത്തനാരെക്കുറിച്ച് വടനാട്ടിൽ വെച്ചും ഇവിടെ വെച്ചും സിനഡിനകത്തും എല്ലാം സംസാരിച്ചിട്ടുണ്ട്. ഇന്നിവിടെ ഈ പുതുതാക്കി നമ്മൾ സ്ഥാപിച്ച ഈ ഖബറിൽ ആയിരിക്കുമ്പോൾ അത് നമുക്കൊരു പുതിയ കാഴ്ചപ്പാട് നൽകുന്നുണ്ട്. ഇതെല്ലാവരും കാണണം. അവിടെ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന നമ്മളുടെ സഭയുടെ സ്വരമായിട്ട് സ്വർഗത്തിലേക്ക് ഉയരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.